ഇസ്രയേൽ സീസ് ഫയറിന് വേണ്ടിയിട്ട് മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്തു വെക്കുകയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഖത്തറിനെ പുറത്താക്കിയിട്ട് റഷ്യയാണ് ഇപ്പോൾ ഇതിന്റെ പീസ് ട്രീറ്റിയുടെ ഒരു മിഡിൽ പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്ന റോള്. ഇതിനകത്ത് പല തരത്തിൽ മീഡിയയിൽ ന്യൂസ് കിടക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, പിന്നെ മോദിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ആധികാരികമായിട്ട് പറയുന്നില്ല. കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ അറിയാൻ പറ്റത്തില്ല. അതൊക്കെ ആർക്കൈവ്സിൽ പിന്നീട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലേറ്റർ ഒരു 1 ഇയർ 2 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മിനിമം ഒരു 7 months ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ റിപ്പോർട്ടിംഗ് ഒക്കെ പിന്നെ പുറത്തു വരുന്നത്. മോദിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും റഷ്യൻ പ്രസിഡന്റുമായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിക്ക് നല്ലൊരു ബന്ധമുള്ള സ്ഥിതിക്ക് അവരുടെ ടോക്കിന്റെ ഇടയിൽ തീർച്ചയായിട്ടും ഇസ്രയേൽ ഗാസ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. പുള്ളി അതിനനുസരിച്ചുള്ള റെസ്പോണ്ട് കൊടുത്തിട്ടുണ്ടാവും. അത് തീർച്ചയാണ്, അത് ഉറപ്പാണ്. കാരണം പിന്നെ റഷ്യ ഉക്രൈൻ വാറിൽ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് റഷ്യയുടെ ഒപ്പമാണെന്നുള്ളത് റഷ്യയ്ക്കും വളരെ വ്യക്തമായിട്ട് അറിയാം, ഇന്ത്യക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്ത്യക്കാരായിട്ടുള്ള ഓരോരുത്തർക്കും നമുക്ക് അറിയാവുന്നതാണ്. ഉക്രൈനുമായിട്ടുള്ള മീഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും റഷ്യയും ഉക്രൈനും പിന്നെ നിൽക്കുമ്പോൾ ഒരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഒരു കീ പ്ലെയർ ആയിട്ടുള്ള ഇന്ത്യക്ക് ആ ഒരു നിലപാടെ എടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് റഷ്യയും ഉക്രൈനെയും നമ്മൾ മീഡിയേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ നമ്മൾ കൊണ്ടുപോയത്. അത് എന്ത് തന്നെ ഇരുന്നാലും അൾട്ടിമേറ്റ്ലി ഇന്ത്യ റഷ്യയോടൊപ്പമാണ് റഷ്യ ഉക്രൈൻ വാറിൽ. കാരണം ഉക്രൈൻ നമുക്ക് ഒരുപാട് ബാക്ക് സ്റ്റാപ്പ് തന്നിട്ടുണ്ട്. നമ്മളെ കശ്മീരിന്റെ വിഷയത്തിലൊക്കെ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത സമയത്ത് ഇതേ ഉക്രൈൻ സ്റ്റാൻഡ് വിത്ത് പാകിസ്ഥാനുമായിട്ടാണ് നിന്നത്, തുർക്കിയുമായിട്ടാണ് നിന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മൾ എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും മോദിയുടെ ഇൻപുട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ ഉണ്ടായിട്ടുണ്ടാവും. അതൊരു വൈസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലുപരിയായിട്ട് ഞാൻ പിന്നെ മോദി ഇടപെട്ടിട്ടാണ് ഇത് ചെയ്യുന്നുള്ള രീതിയിലൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതിനൊക്കെ ആർക്കൈവ്സിന്റെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം മാത്രമേ അത് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ മോദിയുടെ ഇൻവോൾവ്മെന്റ്, അതായത് റഷ്യയുടെ ഡെവലപ്മെന്റ് ഇതിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ട്രംപ് വന്നതിന് ശേഷമാണ്. കാരണം റഷ്യയുടെ അടുത്ത് ഇന്ത്യ എത്രത്തോളം പോസിറ്റീവ് നോട്ട് ഇസ്രായേലിനെ കുറിച്ച് ഇട്ടാലും അതിന് പുടിൻ ഒരു പരിധി വരെ ഇറാനെ ഒരുപാട് പോയി അങ്ങ് സഹായിക്കാണ്ട് ഒരു ന്യൂട്രൽ ലെവൽ എടുത്ത് നിന്നതും പിന്നെ റഷ്യ ഉക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുന്നതും അതിന് ഒരു കാരണമാണ്. ഈ രണ്ട് പശ്ചാത്തലത്തിലാണ് റഷ്യ കുറച്ച് സൈലന്റ് ആയിട്ട് നിന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു പക്ഷേ മോദി ഒരു സഹായിയായി പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ടാവാം. പ്രൊപ്പോസൽ ഒരു തേർഡ് പാർട്ടി കൺട്രി മിഡിൽ നിന്നുള്ള ഒരു പ്രൊപ്പോസൽ വെച്ചതിന്റെ പേരിൽ മാത്രമായിരിക്കാം ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു റഷ്യയ്ക്ക് വിസിറ്റ് ചെയ്ത് റഷ്യൻ പ്രസിഡന്റിനെ കാണാനിടയായത്. ആ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ മോദിയുടെ റോള് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ അറബ് ലീഗിന്റെ മീറ്റിംഗ്, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എല്ലാം കൂടെ ചേർന്ന് ഇന്ന് ഒരു മീറ്റിംഗ് റിയാദിൽ വെച്ചിട്ട്, സൗദി അറേബ്യയിൽ റിയാദിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുണ്ടായി. ഈ അറബ് ലീഗിന്റെ മീറ്റിംഗിൽ ഇറാൻ അവിടെ കരഞ്ഞു തീർക്കുകയായിരുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവർ പറഞ്ഞ ക്ലെയിംസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അവർ പുറത്ത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഇറാന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റെയ്സ, ഇറാന്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആണ്. ഇപ്പോഴാണ് അവർ ആദ്യമായിട്ട് വൈസ് പ്രസിഡന്റിനെ നിയമിക്കുന്നത് തോന്നുന്നു. അപ്പോൾ വൈസ് പ്രസിഡന്റ് റിയാദിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പുള്ളി വച്ച സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ റിറ്റാലിയേറ്റ് ചെയ്യുന്ന ഡിഫൻസ് സിസ്റ്റം എല്ലാം അവർ ഇസ്രായേലിൽ ടാർഗറ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്, ടാർഗറ്റഡ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ UN ഇതേ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവർ പറഞ്ഞത് ഇസ്മായിൽ ഹാനിയയെ ഇറാനിന്റെ ഉള്ളിൽ വെച്ച് വധിച്ചത് അത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിഷയമായിട്ട് മാറിയിരിക്കുകയാണെന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ പറഞ്ഞത്, അവിടെ പ്രസ് ചെയ്ത് പറഞ്ഞത്. അത് കൂടാതെ ഹസൻ നസറുള്ള എന്ന് പറഞ്ഞ ഇത്ര ലോങ് ഡ്യൂറേഷൻ സർവ് ചെയ്ത ഹിസ്ബുള്ളയുടെ ലീഡറെ വധിച്ചത്, ഇത് രണ്ടും അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷയമായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ അവർ പറഞ്ഞിരിക്കുന്നതാണ് യഹിയ സിൻവർ ഉൾപ്പെടെയുള്ള മെജോറിറ്റി ആയിട്ടുള്ള കമാൻഡോസ് എല്ലാം ഇവർ ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അത് ചില ഒരു ലീഡർ ഇല്ലാത്ത ഒരു സംഘടനയായിട്ട് അതിനെ മാറ്റുന്ന ഒരു അവസ്ഥയിൽ അതിൽ എത്തിപ്പെട്ടിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കുറെ നാൾക്ക് ഈ ഒരു പേജർ അറ്റാക്ക് ഒക്കെ ചെയ്ത് ഇവര് മൊത്തത്തിൽ പിന്നെ ഇസ്രായേൽ ആ പേജർ അറ്റാക്കിലൂടെയാണ് ഹിസ്ബുള്ളയുടെ അടുത്ത് ശരിക്കും അറ്റാക്ക് തുടങ്ങുന്നത് ഇസ്രായേൽ. അപ്പൊ ആ രീതി പേജർ അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ അവ വിറങ്ങലിച്ച് പോയ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ രീതിയിലുള്ള ടാർഗറ്റഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അടുത്ത ഈ അറബ് ലീഗ്സ് എല്ലാം ഈ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തോടു കൂടി അറബ് ലീഗ് എല്ലാം കൂടെ ഈ മീറ്റിംഗ് പെട്ടെന്ന് വിളിച്ചു കൂട്ടിയതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇസ്രായേൽ ട്രംപ് വന്നതോടുകൂടി ട്രംപിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ട്രംപ് US എംബസി ടെലവീവിൽ നിന്നും ജെറുസലേമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ജെറുസലേം, അതായത് വെസ്റ്റ് ബാങ്ക് മൊത്തം ഇസ്രായേലിൻ്റെതാണെന്നാണ് ട്രംപിന്റെ വാദം. അപ്പൊ വെസ്റ്റ് ബാങ്ക് മൊത്തം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ ഓൾറെഡി ഇസ്രായേലി സെറ്റിൽമെന്റ് ഏതാണ്ട് 60% അവിടെ ഇസ്രായേലി സെറ്റിൽമെന്റ് ആണുള്ളത്. വളരെ തുച്ഛമായ സ്ഥലമാണ് ഈ പാലസ്തീനികൾക്ക് അവിടെ ടെറിട്ടറി ആയിട്ടുള്ളത്. അപ്പൊ അതിലാണ് നമ്മുടെ മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന അവിടുത്തെ പിന്നെ നിലവിലത്തെ ലീഡർ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അവിടെ അയാൾ ശാന്തമായിട്ടിരുന്ന് ഭരിക്കുകയാണ്, ഒരു ലീഡർ, അത്രേ ഉള്ളൂ. ആ രീതിയിൽ നിന്ന് ഭരിക്കും. കുറെ ഡൊണേഷൻസ് ഒക്കെ കിട്ടും വെളിയിൽ നിന്ന്. അവിടെ പിന്നെ ഈ ഡൊണേഷൻസ് മേടിച്ച് തന്നെയാണ് ഈ വെസ്റ്റ് ബാങ്കിനകത്ത് അവർ ഈ പാലസ്തീനികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ കുറെ ജോലിക്കൊക്കെ പോകുന്നുണ്ടെന്നുള്ളതാണ്. ആ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ അൽ അക്സ അഥവാ ടെമ്പിൾ മൗണ്ട് ഇരിക്കുന്ന ആ സ്ഥലം, ഇത് ഇപ്പൊ വെസ്റ്റ് ബാങ്ക് മൊത്തം ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നമാണ്. ഇപ്പൊ 60% സ്ഥലം ഇപ്പൊ ഇസ്രായേൽ നോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് അവകാശം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ശരിക്കും ഇപ്പൊ ഈ റഷ്യയുമായിട്ട് US വെച്ചിട്ട് നടക്കുന്ന മീഡിയേഷനിൽ ഗാസയെ വെച്ച് നെഗോഷിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഗാസ പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പം വെസ്റ്റ് ബാങ്കിന്റെ നിശ്ചിതമായ പകുതികൾ, ഒരു 60% പോർഷൻസ് ഇസ്രായേൽ പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ സാധ്യത തടയാനാണ് ഇത് എമർജൻസി ആയിട്ട് ഈ അറബ് ലീഗ്, പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് മൊത്തം കൂട്ടം കൂടി ഇന്ന് സംസാരിച്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. നല്ലതാണ്, അവർ തീരുമാനിക്കേണ്ടതാണ്. ഈ ഒരു ടെമ്പിൾ മൗണ്ട് അഥവാ ഈ ഒരു അലക്സ മോസ്ക് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ അവർക്ക് ഇച്ചിരി ബോധം വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് രണ്ട് സൈഡിൽ ഇപ്പം അതീവ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ള താറുമാറായിട്ടുള്ള അറ്റാക്ക് ഇസ്രായേലിന്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നൊരു, അതായത് ഈ ഒരു വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ് അറ്റാക്ക്. ഏതാണ്ട് 9 ആൾക്കാർക്ക് ഇഞ്ചൂർഡ് ആയിട്ടുണ്ട്. അതിൽ 1 വയസ്സ് കുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെല്ലാം ഇഞ്ചൂർഡ് ആണ്. പിന്നെ വാർ ഫീൽഡാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇഞ്ചൂർഡ് ആവുക തന്നെ ചെയ്യും. അതിലുപരിയായിട്ട് പാർക്കിങ്ങിൽ കിടന്ന ഒരുപാട് വണ്ടികൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ഡ്രോൺ അറ്റാക്സ്, അതേപോലെ റോക്കറ്റ് അറ്റാക്സ് ആണ്, മിസൈൽ അറ്റാക്സ് ഒന്നുമല്ല. ഈ റോക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ തോളത്ത് വെച്ചിട്ട് പിന്നെ ഇടുന്ന റോക്കറ്റ് ഉണ്ടല്ലോ, ആ റോക്കറ്റ് സിസ്റ്റമാണ് ഹിസ്ബുള്ളയിലെ പരമാവധി ആൾക്കാർ ഉപയോഗിക്കുന്നത്. സെമി മിസൈൽ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ റോക്കറ്റുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് പിന്നെ സീസ് ഫയറിന് വേണ്ടിയിട്ട് ഇത്രമാത്രം സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പം ആണ് ഹിസ്ബുള്ള ഇങ്ങനെ പറയുന്നത്. ഹിസ്ബുള്ള ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, അതായത് സീസ് ഫയറിന് അവർ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ് ഇസ്രായേലിനെ അടിച്ച് ഇതാക്കി കളയാന്ന് പറഞ്ഞത്. ഇത് ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് ഓർമ്മിപ്പിച്ച് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഹിസ്ബുള്ള ഈ പ്രവൃത്തി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ നാശത്തിലേക്ക് പോവുള്ളൂ. ഇറാനെ കുറിച്ചുള്ള ഇന്നത്തെ ഒരു ഗ്ലോബലിയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറാൻ എക്സ്പോസ്ഡ് ആണ്. ഇറാൻ എക്സ്പോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഇറാന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയർ പവർ എന്താണ്, അവരുടെ വെപ്പണൈസിങ് കപ്പാസിറ്റി എന്താണെന്നുള്ള എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. അത് ഇസ്രായേലിന്റെ കഴിഞ്ഞ 26-ാം തീയതിയുള്ള അറ്റാക്കിന് ശേഷം കൂടുതൽ പിന്നെ വെളിച്ചത്ത് വന്നിരിക്കുന്നുള്ളതാണ്. കാരണം അവർക്ക് ന്യൂക്ലിയർ പവർ ഒന്നും ഇല്ല, അതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം. അതിപ്പം ഈ ന്യൂക്ലിയർ പവറിന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫാക്ടറിയാണ് നശിപ്പിച്ചത് ഇസ്രായേൽ. അപ്പൊ അങ്ങനത്തെ ലാബെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ ശരിക്കും പറഞ്ഞാൽ കൈയൊടിഞ്ഞ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എല്ലാ ദിവസവും ഓരോ വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വിടുകയും പല ഓർഗനൈസേഷനിൽ ചെന്നിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ഓർഗനൈസേഷൻസിനെ വിളിച്ചു കൂട്ടാനുള്ള ഏർപ്പാടുണ്ടാവുന്നത്. ഇപ്പൊ അവരുടെ കയ്യിൽ അത്തരം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആയുധങ്ങളും എല്ലാ അറ്റാക്കിംഗ് പവറിലും റെഡിയാണെന്നുണ്ടെങ്കിൽ അന്ന് 200 മിസൈൽ വിട്ടതുപോലെ ഒരു 500 എണ്ണം വിട്ടാൽ മതിയല്ലോ. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് വളരെ ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ പതനം ഹിസ്ബുള്ളയിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ്. ഓരോ മൊമെന്റിലും മിഡിൽ ഈസ്റ്റിൽ അപ്ഡേറ്റുകൾ ഓരോ 15 മിനിറ്റിലും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. പരമാവധി ഈ വീഡിയോ എടുക്കുന്നത് വരെയുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഇതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.